ഒമാനിൽ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ 6ാമത്തെ ക്യാമ്പസിന് തറക്കല്ലിട്ടു. സുൽത്താൻ ഹൈതം സിറ്റിയിലാണ് പുതിയ ക്യാമ്പസ് തുറക്കുക. 2500ഓളം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ടാകും. ഒമാൻ ഭവന നഗര ആസൂത്രണ മന്ത്രി ഡോക്ടർ ഖൽഫാൻ ബിൻ സയ്യിദ് അൽ ഷുഐലിയാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏറ്റവും പുതിയ ക്യാമ്പസ് സമുച്ചയത്തിന് തറക്കല്ലിട്ടത്. തുടർന്ന് പദ്ധതിയുടെ ത്രിമാന മാതൃക ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള അൽ ഷിബിലി അനാച്ഛാദനം ചെയ്തു. 31,890 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് 31,200 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഒരേ സമയം 2,435 വിദ്യാർത്ഥികളെ ഈ ക്യാമ്പസിന് ഉൾക്കൊള്ളാനാകും. അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, ഭരണനിർവഹണ വിഭാഗങ്ങൾ എന്നിവ ഇവിടെ ഉണ്ടാകും. So it is to dream and innovate and to be fearless in their higher education. 18 മാസം കൊണ്ട് ഇതിന്റെ ഫസ്റ്റ് ഫേസ് അവൾ തുടങ്ങും. എന്നിട്ട് തുടങ്ങിയാൽ പിന്നെ വിൽ കണ്ടിന്യൂ ദാറ്റ്. പരിസ്ഥിതി സുസ്ഥിരത, പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ, കാര്യക്ഷമമായ ഊർജ്ജം, ജല ഉപയോഗം, സുസ്ഥിര മൊബിലിറ്റി പരിഹാരങ്ങൾ, നൂതന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ഗ്രീൻ ക്യാമ്പസാണ് ഒരുങ്ങുന്നതെന്ന് നാഷണൽ യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ പി മുഹമ്മദ് അലി പറഞ്ഞു. വൈസ് ചാൻസലർ അലി ബിൻ സൗദ് അൽ ബീമാനി, ഭവന നഗര ആസൂത്രണ മന്ത്രാലയത്തിലെ ഫ്യൂച്ചർ സിറ്റീസ് പ്രോജക്റ്റുകൾക്കായുള്ള എക്സിക്യൂട്ടീവ് ഓഫീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എഞ്ചിനീയർ നാസർ ബിൻ സുലൈമാൻ അൽ ഹദ്രമി, ഡോക്ടർ സാലം ബിൻ ഹാമിസ് അൽ അറൈമി തുടങ്ങിയവർ സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.